ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. നോക്കൂ, മീൻ എത്ര നീറ്റായെന്ന്. ഉപ്പിട്ട് കഴുകണമേ. നിങ്ങൾക്ക് വിനീഗർ യൂസ് ചെയ്യാമേ. ഈ വരിഞ്ഞു വെച്ചത് ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ, കൊച്ചു പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതെല്ലാം കറി വെക്കാൻ. ഇവിടെ മീൻ കറി ഉണ്ടാക്കാൻ ഞാനൊരു 3 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ഇവിടെ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ ഇവിടെ ഇഞ്ചി ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ. ഇനി ഞാൻ 2-3 ഉലുവ ഇടുവാണേ. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് 1 സ്പൂണ് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഉള്ളിയൊക്കെ ചേർത്ത്, ഉള്ളി ഇഞ്ചിയെല്ലാം ചേർത്ത്. ഇവിടെ കുടംപുള്ളിക്കകത്ത് ഞാൻ ചെറിയ ചൂടുവെള്ളവും ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കുതുക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളിയെല്ലാം കൂടി നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണേ. ഞാനിതിനകത്ത് ഇച്ചിരിയും കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് വഴറ്റാമേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ഇഞ്ചി കരിയാപ്പില എല്ലാം കൂടി നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാമേ. എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. മല്ലിപ്പൊടി ചേർത്താൽ മീൻ പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ട് കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാൻ പാടില്ല. നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുവാണേ. ഇവിടെ മീൻചാർ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അതിനകത്ത് കഴുകി വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അങ്ങോട്ടിടാമേ. അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി കരിയാപ്പിലയോട് ഇട്ടു. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാമേ. ഇവിടെ മീൻകറി നല്ലപോലെ തിളച്ചേ. ഞാൻ തീ സിമ്മയിലോട്ടാക്കി വെച്ചേ. ഇനി ഇത് പതുക്കെ ഒന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണ. ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടാണ്, അടിപൊളി. നല്ല എരിവും പുളിയും ഉപ്പും സൂപ്പർ ടേസ്റ്റ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല പുളിയും എരിവും നല്ല സൂപ്പർ അടിപൊളി. നിങ്ങൾ ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.